സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇതിനകത്ത് എല്ലാ കണക്കുകളുണ്ട്, എല്ലാ കണക്കുകളും. എല്ലാ കണക്കുകളും സാറ് പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ACS ഫിനാൻസ് ആണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. നീയായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്. മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അപ്പൊ അത് അങ്ങ് പറഞ്ഞത് നല്ല ചോദ്യമാണ്. ഫാക്ട് ചെക്ക് ചെയ്യണം. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട് ഇതിനകത്ത്. ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെയ് 16 6,000 കോടി ഉണ്ടോ? 2,000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. നിങ്ങളുടെ കയ്യിൽ 6,000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു. ലോക്കൽ ബോഡിയുടെ 3ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. പിന്നെ ബാക്കി കടം മേടിക്കുക. കടം മേടിച്ചങ്ങനെ പലിശ നിരക്ക് കേട്ടാൽ നിങ്ങൾ തലയുറ്റി വീഴും. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്?